പലരും പലപ്പോഴുമായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുമാത്രം നേട്ടം ഉണ്ടാക്കാൻ പറ്റും? പറ്റുകയാണെങ്കിൽ തന്നെ അത് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? എത്ര സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്? ഏതായാലും 2026 ബി ജെ പി കേരളത്തിൻ്റെ ഭരണം പിടിക്കും എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അതിനൊരു സാധ്യതയില്ല. ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വോട്ടിംഗ് പെർസെൻറ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ വിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും യു ഡി എഫിലേക്കല്ല പോകുക, അതിൻ്റെ ഗണ്യമായൊരു ഭാഗം ബി ജെ പിയിലേക്ക് കൂടി പോകും. പക്ഷേ അങ്ങനെ കിട്ടുന്ന വിരുദ്ധ വോട്ടുകൾ കൊണ്ട് മാത്രം ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു സ്ഥലത്തും ഒരു 30% കൂടുതൽ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. 33 അല്ലെങ്കിൽ 35% സീറ്റെങ്കിലും ഒരു മണ്ഡലത്തിൽ കിട്ടിയാലേ അവർക്ക് അത് സീറ്റായിട്ട് മാറ്റാൻ പറ്റുമോ. ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ആ രീതിയിലൊരു നേട്ടം കൈവരിക്കാൻ പറ്റി. അത് സുരേഷ് ഗോപി ആയതുകൊണ്ടും സിനിമാ നടനായതുകൊണ്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കണ്ടമാനം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ടുമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് തിരുവനന്തപുരത്ത് ശശി തരൂരിന് കിട്ടിയ പോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടി. പാർട്ടി സഖാക്കളുടെ ഭാര്യമാരും കോൺഗ്രസ് നേതാക്കന്മാരുടെ അടക്കം ഭാര്യമാരും പെൺമക്കളും സഹോദരിമാരും വയസ്സായ അമ്മമാരും ഒക്കെ പോയിട്ട് സുരേഷ് ഗോപി കൂട്ടി. സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അത് ബി ജെ പിയുടെ വോട്ടല്ല, എൻ ഡി എയുടെ വോട്ട് മാത്രമല്ല. അപ്പോൾ ഇങ്ങനൊരു ഘടകമുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രണ്ട് ശക്തമായ മുന്നണികൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഒരു ഭാഗത്ത് എൽ ഡി എഫ്, ഒരു ഭാഗത്ത് യു ഡി എഫ്. ഇത് രണ്ടിനും ഇടയ്ക്ക് മൂന്നാമതൊരു മുന്നണിയായിട്ട് മാറാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയ ജനാധിപത്യ സഖ്യം. അതിൽ പ്രധാനമായിട്ട് ബി ജെ പി, പിന്നെ ബി ഡി ജെ എസ്, അത് കൂടാതെ ചെറിയ പാർട്ടികളാണ്. നമ്മുടെ സാബുവിൻ്റെ 2020 പോലെ, അല്ലെങ്കിൽ കാമരാജ് കോൺഗ്രസ് പോലെ ഉള്ള ചെറിയ പാർട്ടികളാണ്. അങ്ങനെയുള്ള പാർട്ടികൾ വരിക പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ താമരാക്ഷൻ നയിക്കുന്ന JSS ബി ജെ പിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന വാർത്ത കിട്ടും. അതുപോലെ ചെറിയ ചില പാർട്ടികളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം, പോയേക്കാം. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ബി ജെ പിയുടെ വോട്ട് കൊണ്ട് തന്നെയാണ് എൻ ഡി എക്ക് സീറ്റ് പിടിക്കേണ്ടത്. ബി ഡി ജെ എസ് ഉണ്ടെങ്കിലും അത് 10 വർഷം മുമ്പ് 2016 ആയിരുന്ന പോലെ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ ശക്തി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബി ഡി ജെ എസ് വന്നതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുമ്പ് ഒരു കാരണവശാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ലാത്ത ഒരു വിഭാഗം, പ്രത്യേകിച്ച് ഈഴവർ, ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അറപ്പ് മാറി. അവർക്ക് ബി ജെ പിയോടുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ മാറി എന്നുള്ളതാണ്. ഈഴവരാദി പിന്നാക്ക സമുദായക്കാരുടെ ബി ജെ പിക്കും അവരുടെ മുന്നണിക്കും സ്വീകാര്യത കിട്ടുന്നതിന് ബി ഡി ജെ എസിൻ്റെ രൂപീകരണം വലിയൊരു അളവ് വരെ സഹായകരമായി. അതൊരു വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ കൂടി വോട്ടിംഗ് പാറ്റേൺ വെച്ച് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞുകൊടുക്കും ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യം തെളിയിക്കാവുന്ന കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഞാനൊരു ഏകദേശ കണക്ക് പറയാം. തിരുവനന്തപുരം ജില്ലയാണ് അവർക്ക് കൂടുതൽ ശക്തിയുള്ളൊരു പ്രദേശം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പലതവണ 2ാം സ്ഥാനത്ത് എത്തിയതാണ്. കഴിഞ്ഞ തവണ ജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നേമമാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്ത് വട്ടിയൂർക്കാവാണ്. അത് കഴിഞ്ഞാൽ കഴക്കൂട്ടമാണ്. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന തീരദേശ മണ്ഡലമുണ്ട്. അവിടെ ഇത്രയും മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വലിയ തോതിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ 3 അതായത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, 3 ഹിന്ദു ഭൂരിപക്ഷമുള്ളതും നായർ സമുദായത്തിന് വലിയ മേൽക്കോയ്മയുള്ളതുമായ മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, ചിറയൻകീഴ് എന്ന് പറഞ്ഞ പട്ടിക സമുദായത്തിന് സംവരണം ചെയ്തിട്ടുള്ള 2 സീറ്റുകളുണ്ട്. അവിടെയും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സാമാന്യം നല്ല പുരോഗതി കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിൽ പ്രതിഫലിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ചാത്തന്നൂർ മണ്ഡലമാണ്. ചാത്തന്നൂർ പലതവണ ബി ജെ പി 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ്. സാമുദായികമായ ചില സവിശേഷതകളൂടിയുണ്ട്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് 2ാം സ്ഥാനം നിലനിർത്താൻ കഴിയും. അട്ടിമറി ജയം നേടാനുള്ള സാധ്യത വിദൂരമാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോന്നിയാണ്. അത് ശബരിമല കൂടി ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ എൽ ഡി എഫിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. ഇനി അടൂർ പ്രകാശ് കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ പ്രകാശ് തന്നെ ജയിക്കും എന്നുള്ളൊരു
പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ കോന്നിയാണ് ശരിക്കും അവർക്ക് മത്സരിക്കാവുന്ന അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാവുന്ന ഒരു മണ്ഡലം. പിന്നെ ആറന്മുള സമരമൊക്കെ നടത്തിയ ഒരു പാരമ്പര്യമുണ്ട്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ BJPക്ക് ശക്തിയുള്ള സ്ഥലമാണ്. കായംകുളം ഇത്തവണ കുറേ കൂടി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാവുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലപ്പുഴ. ഇതൊക്കെ BJPക്ക് സാമാന്യമായിട്ട് നല്ല പെർഫോമൻസ് നടത്താവുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ജയസാധ്യത താരതമ്യേന കുറവാണ്. ജയിക്കാവുന്ന സീറ്റുകളുടെ കൂട്ടത്തിൽ ഇതൊന്നും നമുക്ക് എണ്ണി പറയാൻ പറ്റുകയില്ല. ചെങ്ങന്നൂരാണെങ്കിലും ആറന്മുളയാണെങ്കിലും അമ്പലപ്പുഴയാണെങ്കിലും കായംകുളമാണെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൽ ജയിക്കുക എളുപ്പമല്ല. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ ശരിക്കും തൃപ്പൂണിത്തുറയാണ് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം ആയിട്ട് അവർ കണക്കാക്കുന്നത്. BJPക്ക് സാമാന്യമായിട്ട് വോട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ BJPയുടെ ഭരണമാണ്. പക്ഷേ അവിടെയും ജയസാധ്യത കമ്മിയാണ്. വളരെ ശക്തമായൊരു മത്സരം വരികയാണെങ്കിൽ LDFൻ്റെ പുറകിൽ രണ്ടാം സ്ഥാനത്ത് BJPക്ക് എത്താൻ കഴിയും. അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. പക്ഷേ ഇവിടെയൊക്കെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കണം. ഈ സോഡിയം വെള്ളത്തിലിട്ട പോലെ പ്രവർത്തിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതു സ്വീകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. ഇപ്പോൾ തുറവൂർ വിശ്വംഭരൻ മത്സരിച്ചപ്പോൾ BJP കണ്ടവനെ വോട്ട് പിടിച്ചു തൃപ്പൂണിത്തുറയിൽ. അതുകൊണ്ടാണ് M സ്വരാജ് ജയിച്ചത്. അതുകൊണ്ടാണ് K ബാബു അത്തവണ തോറ്റുപോയത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എതിർ സ്ഥാനാർത്ഥികളും സ്വന്തം സ്ഥാനാർത്ഥിയും പ്രധാനമാണ്. പിന്നെ കുന്നത്തുനാട് സാധാരണ BJP ക്ലച്ച് പിടിക്കുന്ന സ്ഥലമല്ല. ഒരു യാക്കോബായ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. പെരുമ്പാവൂർ, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം, ഇത് നാലും സിറിയൻ ജേക്കബിറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് നല്ലപോലെ വോട്ടുള്ള പ്രദേശങ്ങളാണ്. കത്തോലിക്കരും ഉണ്ട്, പക്ഷേ കൂടുതൽ ജേക്കബിറ്റാണ്. അപ്പോൾ ഈ ജേക്കബിറ്റുകാരുടെ ഇടയിലാണ് നമ്മുടെ സാബുവിൻ്റെ 2020 പാർട്ടി ശക്തമായി നിലനിൽക്കുന്നത്. അവിടെ BJPയുടെ പരമ്പരാഗത വോട്ടുകൾ കൂടി നേടുകയാണെങ്കിൽ ഈ 4 മണ്ഡലങ്ങളിൽ ശക്തമായ ഒരു സാന്നിധ്യം ഇവർക്ക് തെളിയിക്കാൻ കഴിയും. കുന്നത്തുനാട് വേണമെങ്കിൽ ജയിക്കാം എന്ന അവസ്ഥ വരെ എത്തിക്കാൻ പറ്റും. മറ്റ് 3 സ്ഥലത്തും ജയിക്കാൻ സാധ്യതയില്ല, എങ്കിലും അവരുടെ പ്രസൻസ് വളരെ ശക്തമായിരിക്കും. ആലുവ, അങ്കമാലി പോലുള്ള മണ്ഡലങ്ങളൊന്നും BJPക്ക് യാതൊരു സാധ്യതയുമില്ല. വടക്കൻ പറവൂർ സതീശൻ്റെ തട്ടകമാണ്. അവിടെയും ഈ BDJS ഫാക്ടർ വളരെ പ്രധാനമാണ്. ഈഴവ വോട്ടുകൾ ധാരാളമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായ ഒരു പ്രചാരണം നടത്തുകയാണെങ്കിൽ, മുമ്പൊരിക്കൽ നടത്തിയതാണ്, അതുപോലെ ഒന്ന് നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്കും നല്ലൊരു അവിടെയും ഇതുപോലെ ശക്തി തെളിയിക്കാൻ കഴിയും. തൃശ്ശൂർ ജില്ലയിൽ കുറച്ചുകൂടി ഭേദമാണ് കാര്യങ്ങൾ. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, അതുപോലെ ഇരിങ്ങാലക്കുട, അതിനപ്പുറം നാട്ടിക, മണലൂർ, ഗുരുവായൂർ, പിന്നെ തൃശ്ശൂർ ടൗൺ, ഒരു പരിധി വരെ ഒല്ലൂർ. ഇതൊക്കെ BJPക്ക് ശക്തമായി മത്സരിക്കാവുന്ന, ചിലതിൽ നിന്നൊക്കെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിവുള്ള മണ്ഡലങ്ങളാണ്. ഏതെങ്കിലും സീറ്റിൽ ജയിക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ജയിക്കില്ല, അത്ര എളുപ്പമല്ല. വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ മറ്റൊരു സുരേഷ് ഗോപി വന്ന് മത്സരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സീറ്റിൽ അവർക്ക് അട്ടിമറി ചെയ്യാൻ നേടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല, പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് ജയിക്കുന്ന പോലെ അത്ര ദുഷ്കരമല്ല നിയമസഭയ്ക്ക് ഒരു സീറ്റ് ജയിക്കുക. ഇതിൽ തന്നെ പല സീറ്റുകളും മുസ്ലിം വോട്ടർമാർ താരതമ്യേന കുറഞ്ഞതും ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ളതുമാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് മത്സരിക്കുകയാണെങ്കിൽ, നല്ല ഒരു ഫൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ജയിക്കാൻ പറ്റാവുന്ന സീറ്റുകൾ പോലും അതിൻ്റെ അകത്തുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുമാനം. പാലക്കാട് ജില്ലയിലേക്ക് നോക്കിയാൽ, പാലക്കാട് ടൗൺ, പാലക്കാട് മണ്ഡലം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് ജയിച്ച മണ്ഡലം. അവിടെയും തൊട്ടടുത്ത് നിൽക്കുന്ന മലമ്പുഴയിലും BJPക്ക് നല്ല സാധ്യതയുണ്ട്. രണ്ടാം സ്ഥാനം ഏതായാലും ഉറപ്പാണ്. ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ജോലി ബാക്കി കിടപ്പുണ്ട്, അത്ര എളുപ്പമല്ല. മലപ്പുറം ജില്ലയിലേക്ക് നോക്കട്ടെ, അവിടെ അവരുടെ ശക്തികളും പോക്കറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും മലപ്പുറത്ത് ചെയ്യാൻ പറ്റുകയില്ല, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കോഴിക്കോടിനെ സംബന്ധിച്ചും പറഞ്ഞാൽ ബേപ്പൂർ, അതുപോലെ തന്നെ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ഇതെല്ലാം BJPക്ക് ശക്തമായ വോട്ട് ബേസുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ജയസാധ്യത വളരെ കുറവാണ്. വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 3 സീറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നോക്കണ്ട. വയനാട് ജില്ല നിവൃത്തിയില്ല. കണ്ണൂർ ജില്ലയിലും സ്ഥിതി ഒട്ടും തന്നെ ആശാവഹമല്ല. ഏതെങ്കിലും സീറ്റിൽ കുറേ വോട്ട് പിടിക്കാൻ പറ്റിയേക്കും എന്നുള്ളതിനപ്പുറത്ത് കണ്ണൂർ ജില്ലയിലാണ് BJPയുടെ ഒരു ഉത്ഭവം, അവിടെയാണ് BJPക്ക് ഏറ്റവും അധികം രക്തസാക്ഷിയുള്ളത് എന്നൊക്കെ പറയുമ്പോഴും
കണ്ണൂർ ജില്ല ഇപ്പോഴും BJPക്ക് പിടികിട്ടാത്ത ആ ഒരു മരീചികയായിട്ട് മാറി നിൽക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് 2ാം സ്ഥാനത്ത് വരാൻ പറ്റും, ഉറപ്പാണ്. പക്ഷേ മഞ്ചേശ്വരത്താണ് ജയസാധ്യതയുള്ള അവസാനത്തെ സീറ്റ്. അവിടെ പലതവണ 2ാം സ്ഥാനത്ത് എത്തിയതാണ്. ഒരു തവണ കെ സുരേന്ദ്രനാണ്ട് 100-ൽ താഴെ വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അവിടെയും ഇതുപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷേ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞതിൽ നിന്ന് BJPക്ക് 2ാം സ്ഥാനത്ത് എത്താവുന്ന, അല്ലെങ്കിൽ സാന്നിധ്യത്തിലേക്കാവുന്ന മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എത്രത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ ജയിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു പ്രവചനത്തിനും ഒരു പ്രസക്തിയുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് BJP സ്ഥാനാർത്ഥി ജയിച്ചു പോയേക്കും എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ CPMകാർ ഒരു പക്ഷേ ലീഗിന് വോട്ട് മറിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ CPMന് വോട്ട് മറിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ക്രോസ് വോട്ടിംഗ് നടക്കും. അതുപോലെ അവിടുത്തെ മുസ്ലിം വോട്ടർമാർ ഒറ്റക്കെട്ടായിട്ട് ഈ തൊട്ടടുത്ത് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു കൊടുക്കാം. നമ്മൾ കോട്ടയം ജില്ലയുടെ ആരും പറഞ്ഞില്ല, കോട്ടയം ജില്ല വിട്ടുപോയാൽ. കോട്ടയം ജില്ലയിലാണ് ഈ പ്രവണത ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുക. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ വൈക്കം മണ്ഡലത്തിലൊക്കെ BJPക്ക് ശക്തമായ മത്സരം ഉണ്ടാക്കാൻ പറ്റും. ജയിക്കാൻ പറ്റുന്നില്ല. 2ാം സ്ഥാനത്ത് എത്താൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർക്ക് നല്ല വോട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ പറയാവുന്ന ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ. ഇപ്പോൾ PC ജോർജ് വന്നതുകൊണ്ട്, പിന്നെ BDJSൻ്റെയും BJPയുടെയും പരമ്പരാഗത വോട്ടർമാർ അവിടെ ഉള്ളതുകൊണ്ട് ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും BJP സ്ഥാനാർത്ഥിക്ക്, PC ജോർജാണെങ്കിൽ PC ജോർജ്, അല്ല മകനാണെങ്കിൽ മകൻ, അവരിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ PC ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച സീറ്റാണ് പൂഞ്ഞാർ. പക്ഷേ അവിടെ വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തൊട്ടടുത്ത സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സിന്, അതല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അപ്പോൾ കുളത്തുങ്കലാണ് അവിടുത്തെ സിറ്റിംഗ് MLA. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എങ്ങനെ ജയിച്ചതെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. അവിടെയുള്ള മുഴുവൻ ലീഗുകാരും, മുഴുവൻ കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളും, മണ്ഡലം പ്രസിഡൻ്റ് അടക്കം വോട്ട് കുളത്തുങ്കലിനാണ് ചെയ്തത്. കുളത്തുങ്കൽ ജയിക്കല്ല ചെയ്തത്, PC ജോർജിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് വിരൽ ചൂണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കേരളത്തിൽ BJPയുടെ ഒരു സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നിന്ന് വലിയ വ്യത്യാസം വരാൻ ഞാൻ നോക്കിയിട്ട് യാതൊരു സാധ്യതയും കാണാനില്ല.